തെരഞ്ഞെടുപ്പിലെ തോൽവി മുഖ്യമന്ത്രിയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയെ ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കാൻ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് മലയാളത്തിന്റെ അഭിമുഖ പരിപാടിയായ ക്രോസ് ഫയറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ജില്ലാ കമ്മിറ്റികളൊക്കെ അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ ഉണ്ടാക്കുന്നില്ല വാർത്ത. അതിന്റെ വരാൻ ഞങ്ങളില്ല. തോമസ് ചാഴിക്കാരനായാലും ഏതാളായാലും എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായി ഓരോന്നും പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില വിമർശനങ്ങൾ ഉയർന്നു വരും. ആ വിമർശനങ്ങളെല്ലാം പരിശോധിച്ച് നിലപാട് സ്വീകരിച്ച് പാർട്ടി ആകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകും. അങ്ങനെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാധ്യമ അജണ്ടയാണ്. അത് UDFിൻ്റെയും BJPയുടെയും അജണ്ടയാണ്. കാരണം മുമ്പാരെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റിൻ്റെ ബൾബിനെയല്ലല്ലോ ആക്രമിക്കേണ്ടത്, അതിന് ട്രാൻസ്ഫോർമറിനെ തന്നെ ആക്രമിക്കേണ്ടത്. അതാണ് സംഭവം. ഇവിടെ CPIMനെതിരായി കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരായിട്ട് കടന്നാക്രമിക്കുക തന്നെയാണ്. ആ കടന്നാക്രമമാണ് മാധ്യമ ശൃംഖല മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശൃംഖല നടത്തിയിട്ടുള്ള മാധ്യമ കടന്നാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് പിണറായിയുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. വ്യാപകമായ രീതിയിൽ പ്രചരണം നിങ്ങൾ നടത്തിയതാണ്. നിങ്ങൾ നടത്തിയ ആ അജണ്ടയോടൊപ്പം വരാൻ ഞങ്ങൾക്കിപ്പോൾ മനസ്സില്ല. അതല്ല കേരളത്തിന്റെ ചിത്രം. അത് ശരിയായതുമല്ല. പക്ഷെ നേരത്തെ അത് മുഖ്യമന്ത്രിക്കെതിരായുള്ള വിമർശനങ്ങളോട് CPM ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഈ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് കാണിക്കുന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായെന്ന് പലരും പറയുന്നു. വെറുതെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾ നല്ലപോലെ പ്രതികരിച്ചിട്ടുണ്ട്. കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ തീർത്തോട്ടെ, അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എനിക്ക് അതാ പറഞ്ഞത്, കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ തീർക്കട്ടെ. പക്ഷേ ഇവിടെ കമ്പനീൻ്റെ പ്രശ്നം എങ്ങനെയാണ് മാറുന്നത്? കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ CPIMൻ്റെ പാർട്ടി നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിക്കണക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങളത് രാഷ്ട്രീയമായിട്ട് തീർത്തത്. അത് തീർക്കണ്ടേ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പോൾ ഉണ്ടോ? എന്ത് തെളിവാണല്ലേ? എന്ത് വസ്തുതയുള്ളേ? ഒരു വസ്തുതയില്ലാത്ത കാര്യം മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ച് രാഷ്ട്രീയമായ കപട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ CPIMന് അതിനെ നല്ലതുപോലെ നേരിടേണ്ടി വരും. നേരിട്ടിട്ടുണ്ട്, ഇനി നേരിടും.